സ്കാൻ മൈ ഇൻവോയ്സ് ഉപയോഗിച്ച് ടാലിയിൽ വെണ്ടറിനെ എങ്ങനെ കോൺഫിഗർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഗേറ്റ്വേ ഓഫ് ടാലി സ്ക്രീനിലെ വലതുവശത്തുള്ള അപ്ലോഡ് ഇൻവോയ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്കാൻ മൈ ഇൻവോയ്സ് മെനു ഓപ്പണായി വരും. ഈ മെനുവിൽ കാണുന്ന ആഡ് വെണ്ടർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ വെണ്ടറിനെ കോൺഫിഗർ ചെയ്യാനുള്ള പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ വലതുവശത്തായി വെണ്ടർ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായി നമ്മൾ ഫിബ്രോ ഫാർമ എന്ന വെണ്ടറിനെ എടുക്കുന്നു. അതിനുശേഷം വരുന്നത് ഹെഡർ ഇൻഫോ കോൺഫിഗറേഷനാണ്. ടാലിയിലെ ഫീൽഡ് പേരുകളും നിങ്ങളുടെ ഇൻവോയ്സിലെ ഹെഡർ നെയിംസും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടാകാം. അതുകൊണ്ട് ടാലിയിലെ ഫീൽഡ്സിനനുസൃതമായി ഇൻവോയ്സിലെ ഹെഡർ നെയിംസ് ഇവിടെ പൂരിപ്പിച്ച് നൽകേണ്ടതുണ്ട്. അതിനായി ഫിബ്രോ ഫാർമയുടെ ഒരു ഇൻവോയ്സ് ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ സീരിയൽ നമ്പറിന് SL.NO എന്നാണ് നൽകിയിട്ടുള്ളത്. നമുക്കത് അതുപോലെ ഇവിടെ ടൈപ്പ് ചെയ്യാം. ഐറ്റം നെയിമിന് ഇൻവോയ്സിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് എന്നാണ് നൽകിയിട്ടുള്ളത്. അതിവിടെ ടൈപ്പ് ചെയ്യുന്നു. HSN ഫീൽഡ് ഇൻവോയ്സിൽ HSN എന്ന് തന്നെയാണ്. ബാച്ച് നമ്പറിന് ഇൻവോയ്സിൽ ബാച്ച് എന്ന് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാച്ച് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇങ്ങനെ ബാക്കിയുള്ളതും ഫില്ല് ചെയ്യുക. ഇവിടെ GST റേറ്റിൻ്റെ പോർഷൻ വരുമ്പോൾ നമ്മുടെ ഇൻവോയ്സിൽ GST റേറ്റ് കൊടുത്തിട്ടില്ല. ഇതിൽ CGST റേറ്റും SGST റേറ്റും മാത്രമാണുള്ളത്. ഇങ്ങനെ വരുമ്പോൾ ആ ഫീൽഡിൽ NA എന്ന് ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ബ്ലാങ്കായി വിട്ടാലും പ്രശ്നമില്ല. CGST റേറ്റിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഇൻവോയ്സിൽ അത് ശതമാനത്തിലാണ് നൽകിയിട്ടുള്ളത്. എങ്കിൽ റേറ്റിന് പകരം ശതമാനത്തിൻ്റെ ചിഹ്നം നൽകാനാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ ബാക്കി ഫീൽഡുകളും ഫിൽ ചെയ്യുക. ഇവിടെ ഐറ്റം എമൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടാക്സബിൾ വാല്യൂ ആണ്. ഇൻവോയ്സിൽ അത് ടാക്സബിൾ എമൗണ്ട് ആണ്. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഫീൽഡ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫീൽഡ് ടൈപ്പ് ചെയ്ത് അതിനനുസരിച്ച് ഇൻവോയ്സിലെ ഹെഡറുമായി മാച്ച് ചെയ്യിപ്പിക്കാം. കസ്റ്റം ഫീൽഡ് ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ആഡ് ചെയ്യുന്ന ഫീൽഡ് ടാലിയിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. എങ്കിൽ മാത്രമേ ഡേറ്റ എക്സ്ട്രാക്ഷൻ നടന്ന് ടാലിയിലേക്ക് ഡേറ്റ വരികയുള്ളൂ. എല്ലാം ഫില്ല് ചെയ്ത ശേഷം എൻ്റർ അമർത്തുക. ആക്സെപ്റ്റ് എന്നത് യെസ് നൽകി സേവ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ വെണ്ടറിനെ കോൺഫിഗർ ചെയ്യുന്നത്.